പൊങ്കാലയാണല്ലേ? അപ്പോൾ പൊങ്കാലയായിട്ട് ബന്ധപ്പെട്ട ഒരു അനുഭവം പറഞ്ഞാലോ? വേഗം തന്നെ കേൾക്കാം. എല്ലാവരും തയ്യാറായിട്ടുണ്ടാവും. ഒരുപാട് ആളുകൾ ഭക്തജനങ്ങൾ പോവാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണല്ലേ. എല്ലാ കാര്യങ്ങളൊക്കെ ഒരുക്കണ്ടേ? അപ്പോൾ അതിനിടയ്ക്ക് ഈ ഒരു അനുഭവം കൂടി അങ്ങ് കേൾക്കാട്ടോ. ഹരേ കൃഷ്ണ. നമസ്കാരം ശ്രീകാന്ത് സാർ. എൻ്റെ പേര് പറയണ്ട ട്ടോ. സ്ഥലമൊന്നും മെൻഷൻ ചെയ്യണ്ടേ. ഞാൻ സാറിനോട് പറഞ്ഞു എന്നേ ഉള്ളൂ എൻ്റെ പേരും സ്ഥലമൊക്കെ. ഞാൻ ത്രിമധുരം കുടുംബത്തിലെ അംഗമാണ്. നേരത്തെ എൻ്റെ ഒരു അനുഭവം സാർ ഇതിലിട്ടിരുന്നു. വിഷമിച്ചിരുന്നപ്പോൾ ഒരു ഗന്ധം വന്ന കാര്യം. അത് അന്ന് കളഭത്തിൻ്റെ ഗന്ധമായിരുന്നു. അതെനിക്ക് പിന്നീടാണ് ഒത്തിരി അനുഭവം തന്നു ട്ടോ എൻ്റെ കണ്ണൻ. ആറ്റുകാൽ പൊങ്കാലയല്ലേ സാർ? എനിക്ക് 2020 പൊങ്കാലയ്ക്ക് പോയപ്പോൾ കിട്ടിയ ഒരു അനുഭവമാണ്. ഹരേ കൃഷ്ണ. പറ്റുന്ന വർഷങ്ങളിൽ ഞാൻ പൊങ്കാല ഇടാൻ പോവായിരുന്നു. അവിടെ എൻ്റെ ഏറ്റവും അടുത്ത ബന്ധുക്കളുണ്ട്. അന്നത്തെ എല്ലാ പ്രാവശ്യവും അവർ എന്നെ അങ്ങോട്ട് ചെല്ലാൻ വിളിക്കാറുണ്ട് ട്ടോ. പക്ഷെ എന്തോ അക്കാര്യത്തിൽ അത്തവണ എന്നെ ആരും വിളിച്ചില്ല. എൻ്റെ കസിൻസും പോകുന്നുണ്ടായിരുന്നു. അവരെ വിളിച്ച് ചോദിച്ചു എന്ന് പറഞ്ഞു. എന്നിട്ട് കസിൻസ് എന്നോട് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അവരെന്നോട് ചോദിച്ചില്ലല്ലോ എന്ന്. കസിൻസ് പറഞ്ഞു ചേച്ചി വരുന്നുണ്ടെന്ന് അവരോട് വിളിച്ചു പറയാൻ. അവസാനം ഞാൻ വിളിച്ചു പറഞ്ഞു ഞാനും വരുന്നുണ്ടെന്ന്. അപ്പോൾ അവർ പറഞ്ഞു എന്നോട് ചോദിക്കാനിരിക്കുമായിരുന്നു എന്ന്. പിന്നെ പോകാൻ റെഡിയാകുമായിരുന്നു. എനിക്ക് 2 പൊങ്കാല. എൻ്റെ മോളുണ്ടായിരുന്നു. മോൾക്കൊരു പൊങ്കാല. അങ്ങനെ 3 പൊങ്കാലാണ് ഞാൻ ഇടാനിട്ടിരുന്നത്. അതിനുവേണ്ടി ഞാൻ പൊങ്കാല കിറ്റ് വാങ്ങി. ഞാനത് ചക്കുളത്ത് പൊങ്കാലയ്ക്ക് പോകുന്ന ഓർമ്മയിൽ വാങ്ങിയതായിരുന്നു. അപ്പോൾ എൻ്റെ കസിൻസ് വിളിച്ചു പറഞ്ഞു ചേച്ചി തിരുവനന്തപുരത്തുള്ള ബന്ധുക്കൾ പൊങ്കാലയ്ക്കുള്ള സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്, ചേച്ചി വാങ്ങണ്ടെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ചേച്ചി അങ്ങോട്ട് വിളിച്ചു പറയൂ എന്ന്. എനിക്കപ്പോൾ പേടിയായി അവർ എന്നെ വഴക്ക് പറഞ്ഞാലോ. അപ്പോൾ കസിൻസ് പറഞ്ഞു അത് സാരമില്ല വിളിച്ചു പറഞ്ഞോളൂ എന്ന്. എന്നിട്ട് ഞാൻ വിളിച്ചു പറഞ്ഞു കേട്ടോ ഞാൻ കിറ്റ് വാങ്ങിയെന്ന്. അപ്പോൾ എന്നോട് നല്ല ചീത്ത പറഞ്ഞു നിങ്ങൾക്ക് അവിടുന്ന് കൊണ്ടുവന്ന് ഇടാൻ പറ്റുമെങ്കിൽ അത് മതിയെന്ന്. എന്നിട്ട് ദേഷ്യത്തിൽ ഫോൺ വെച്ചു. എനിക്ക് സങ്കടമായി. നാളെ ചെല്ലുമ്പോൾ നല്ല വഴക്ക് കിട്ടുമെന്ന് പേടിച്ചാണ് പോയത്. പിറ്റേ ദിവസം ഞങ്ങൾ എല്ലാവരും കൂടിയാണ് പോയത്. അവർ എല്ലാവർക്കും കലം വാങ്ങിയിരുന്നു. എനിക്ക് വാങ്ങിയില്ല. കാരണം പൊങ്കാല നമ്പർ കൂടുതലുള്ളത് കൊണ്ട് വന്നിട്ട് വാങ്ങിയാൽ മതി എന്ന് കരുതി. ശരിയാണ് എനിക്ക് 3 ഉണ്ടല്ലോ. അവിടെ ചെന്ന് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചു. എന്നിട്ട് പിറ്റേ ദിവസം പൊങ്കാല കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ ഒരുക്കി വെക്കാൻ തുടങ്ങി. സാർ ഇപ്പോഴും പറയുമ്പോൾ കണ്ണ് നിറയുന്നു. അവിടെ നിന്ന് വാങ്ങിയ അരി പൊടിച്ചപ്പോൾ ഹരേ കൃഷ്ണ എൻ്റെ അമ്മയെ അതിൽ നിറയെ എന്തൊക്കെയോ തരിതരികൾ എന്തൊക്കെയോ പൊടികളൊക്കെ ഉണ്ടായിരുന്നു. പൊങ്കാലയ്ക്കുള്ളത് ഒരിക്കലും അങ്ങനെ വിൽക്കാൻ പാടില്ലല്ലോ. അപ്പോൾ എനിക്കൊന്നും തോന്നിയില്ല. അപ്പോൾ വൃത്തിയാക്കാനെടുത്ത ആൾ പറഞ്ഞു ഇതിൽ അപ്പടി തരിതരികളായിട്ട് എന്തൊക്കെയോ ഉണ്ട്, വേറെ വാങ്ങാൻ പറയുമെന്ന്. അപ്പോൾ എൻ്റെ ഒരു കസിൻ പറഞ്ഞു ചേച്ചി കൊണ്ടുവന്ന അരി ഒന്ന് നോക്കുമെന്ന്. എന്നിട്ട് ബാക്കി വാങ്ങിയാൽ മതിയല്ലോ എന്ന്. അപ്പോൾ അവരതെടുത്ത് നോക്കി. എന്നിട്ട് പറഞ്ഞു ഇത് നല്ല അരിയാണെന്ന്, ഒരു നെല്ല് പോലും ഇല്ല എന്നും. എന്നിട്ട് എനിക്ക് 2 പൊങ്കാലായിരുന്നല്ലോ. അപ്പോൾ അവർ പറഞ്ഞു 2ആയിട്ട് ഇടരുത്, 3 പറ്റൂ, അല്ലെങ്കിൽ 1 വേണമെന്ന്. അങ്ങനെ ഞാൻ 3 എൻ്റെ മോളൊന്നും പിന്നെ അവിടെയുള്ളവർ 4 പേരുണ്ടായിരുന്നു. അങ്ങനെ മൊത്തം 8 പൊങ്കാല ഞാൻ കൊണ്ടുപോയതിൽ നിന്ന് ഇടാൻ പറ്റിയിട്ടോ. അരി വേറെ വാങ്ങേണ്ടി വന്നില്ല. ഞാൻ കൊണ്ടുപോയതിൽ നിന്ന് എല്ലാവർക്കും ഇടാൻ പറ്റി സാർ. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എല്ലാവർക്കും പാത്രം നിറയെ പൊങ്കാല ഇടാൻ പറ്റി. എനിക്ക് ഒന്നും മനസ്സിലായി സാർ. ആര് തളർത്തിയാലും ഭഗവാനുണ്ട് കൂടെ എന്ന്. നമ്മുടെ കൂടെ നന്മ മതി. അറിഞ്ഞ ആരെയും വിഷമിപ്പിക്കാതെ ഇരുന്നാൽ മതി. തെറ്റുകൾ മനസ്സിൽ പോലും ചെയ്യാതിരുന്നാൽ മതി. എന്നിട്ടും അവർക്കത് മനസ്സിലായില്ല എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്ന്. അതിനുശേഷം ഞാൻ കല ഒഴിച്ച് എല്ലാം ഇവിടുന്ന് കൊണ്ടുപോകും. ഹരേ കൃഷ്ണ. എൻ്റെ ആറ്റുകാലമ്മേ ശരണം. ഇത്തിരി കൂടിപ്പോയി എന്നറിയാം സാർ. എന്നാലൊന്ന് വായിക്കണേ കൃഷ്ണ. ഇനിയും ഒത്തിരി അനുഭവം തന്നിട്ടുണ്ട്. ഇത് വഴിയേ ഇടാം. അപ്പോൾ അങ്ങനെയാണ് പൊങ്കാലയ്ക്ക് പോകുമ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവില്ലേ. എത്ര ഭക്തജനങ്ങൾ വരുന്നതാണ്. ഭഗവാന്റെ അമ്മയുടെ ഒരു സാമീപ്യമുള്ള അത്രയും മനോഹരമായ സമയങ്ങളാണ് അതില്ലേ. അപ്പോൾ എല്ലാവരും റെഡിയാവുമല്ലേ. അപ്പോൾ തിരക്കിൽ പോയിക്കോട്ടെ. നടന്നോളൂ. എല്ലാവരും കൂടെ ഉണ്ടാവും മനസ്സുകൊണ്ട്. ഹരേ കൃഷ്ണ. നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ വരുന്നവർക്ക് വരാം. കൃഷ്ണ വിഗ്രഹങ്ങൾ നമ്മൾ ദിവസവും സമ്മാനം നൽകുന്നുണ്ട്. വേറെ വിശേഷമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. ഹരേ കൃഷ്ണ.